ഓക്കെ, നമുക്ക് തുടങ്ങാം. അക്രിമണി എന്ന വാക്കിന്റെ അർത്ഥം അക്രിമണി. ഓക്കെ, അക്രിമണി. ഓക്കെ, നീരസം, ശത്രുത, പെരുമാറ്റത്തിലും മറ്റും തീക്ഷ്ണത. നീരസം, ശത്രുത അല്ലെങ്കിൽ പെരുമാറ്റത്തിലും മറ്റും തീക്ഷ്ണത എന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അക്രിമണി. അക്രിമണി. ഓക്കെ അല്ലേ? ഇനി സിനോണിമായിട്ട് പറയാവുന്നത് ഹാർഷ്നെസ്, ബിറ്റർനെസ്, ഇൻഹ്യൂമാനിറ്റി, എനിമിറ്റി. ഹാർഷ്നെസ്, ബിറ്റർനെസ്, ഇൻഹ്യൂമാനിറ്റി, എനിമിറ്റി. എനിമിറ്റിയുടെ സ്പെല്ലിംഗ് കണ്ടായിരുന്നോ? ENMITY. ENMITY. ഓക്കെ അല്ലേ? ENMITY. ഓക്കെ. ഇനി ആന്റോണിയുമായിട്ട് പറയാവുന്നത് സ്വീറ്റ്നെസ്, കോട്ടസി, ഹ്യൂമാനിറ്റി, ബെനവലൻസ്. സ്വീറ്റ്നെസ്, കോട്ടസി, ഹ്യൂമാനിറ്റി, ബെനവലൻസ്. ഓക്കെ അല്ലേ? അപ്പോ സ്പെല്ലിംഗ് നോക്കണം എനിമിറ്റിയുടെ ENMITY. ഓക്കെ, എന്താണ് അക്രിമണി? നീരസം അല്ലെങ്കിൽ ശത്രുത അല്ലെങ്കിൽ പെരുമാറ്റത്തിലും മറ്റും തീക്ഷ്ണത എന്ന വാക്കിലാണ് നമ്മൾ അക്രിമണി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അക്രിമണി, അക്രിമണി. ACRIMON. ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളെല്ലാം ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഓക്കെ, അല്ല പരീക്ഷയ്ക്ക് അറിയാലോ, പരീക്ഷയ്ക്ക് ഇത്തരം വാക്കുകളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? സിനോണിംസും ആന്റോണിംസും എല്ലാം ശ്രദ്ധിച്ചോണം. അടുത്ത അക്യുമുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അക്യുമുലേഷൻ. അക്യുമുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സംഭരിക്കൽ, ശേഖരിക്കൽ എന്നതാണ്. സംഭരിക്കൽ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സംഭരിക്കൽ അല്ലെങ്കിൽ ശേഖരിക്കൽ. സ്റ്റോർ ഇന്നലെ പഠിച്ചൊരു വാക്കാണ് അമാസ്. AMASS. ഓക്കെ. പ്രിസർവേഷൻ, കൺസർവേഷൻ എന്നൊക്കെ പറയാം. ആന്റോണിം എന്താണ്? സ്കാറ്ററിംഗ്, ഡിസിപ്പേഷൻ. DISSIPATI. ഡിസിപ്പേഷൻ, സെപ്പറേഷൻ. സെപ്പറേഷൻ സ്പെല്ലിംഗ് കണ്ടായിരുന്നോ? SCPARATAY. ഡിവിഷൻ. ഓക്കെ, ഇത്തരമാണ് അക്യുമുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. സംഭരിക്കൽ അല്ലെങ്കിൽ ശേഖരിക്കൽ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അക്കോർഡ് എന്ന വാക്കിന്റെ അർത്ഥം. അക്കോർഡ്. ഓക്കെ, അക്കോർഡ് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ യോജിക്കുക. പൊരുത്തപ്പെടുക അല്ലെങ്കിൽ യോജിപ്പ്. ഓക്കെ അല്ലേ? പൊരുത്തപ്പെടുക അല്ലെങ്കിൽ യോജിപ്പ്. ഓക്കെ, അക്കോർഡ് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ യോജിപ്പ്. എഗ്രിമെന്റ്, ഹാർമണി, കൺസോണൻസ്, യൂണിഷൻ. എഗ്രിമെന്റ്, ഹാർമണി, കൺസോണൻസ്, യൂണിഷൻ. ഓക്കെ, UNISON. യൂണിസൺ. ഓക്കെ, യൂണിസൺ, യോജിപ്പ്. ഇതൊക്കെ നമുക്ക് വെറൈറ്റി വാക്കുകളാണ്. ഹാർമണി. ഹാർമണി സ്ഥിരം ചോദ്യം. ഹാർമണി. ഡിസ്കോഡ്. ഹാർമണിയുടെ ഓപ്പോസിറ്റ് ഡിസ്കോഡ്. ഹാർമണി, ഡിസ്കോഡ്. ഓക്കെ, അക്കോർഡ്, ഹാർമണി എല്ലാം സിനോണിമായിട്ട് വരുന്നതാണ്. ഓക്കെ, ആന്റോണിം ഡിസ്അഗ്രിമെന്റ്, ഡിനയൽ, കോൺട്രോവേഴ്സി, ഡിസ്കോഡ്. ഡിസ്കോഡ്. ഓക്കെ, ഇനി അടുത്ത അബൗണ്ട് എന്ന വാക്ക്. അബൗണ്ട്. അബൗണ്ട് എന്ന വാക്കിന്റെ അർത്ഥം പെരുകുക അല്ലെങ്കിൽ ധാരാളം ഉണ്ടാകുക. പെരുകുക അല്ലെങ്കിൽ ധാരാളം ഉണ്ടാകുക എന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതാണ് അബൗണ്ട്. അബൗണ്ട്. ഫ്ലറിഷ്, സ്വെൽ, ടീം, പ്ലെന്റിഫുൾ. പുതിയ രണ്ട് വാക്ക് വന്നു. സ്വെൽ, SWLL. എന്താണ് അർത്ഥം? പെരുകുക അല്ലെങ്കിൽ ധാരാളം ഉണ്ടാകുക എന്നാണ്. ടീം അതുപോലെ തന്നെ ധാരാളം ഉണ്ടാകുക. ഓക്കെ, ഒരേപോലുള്ള പല വാക്കുകളാണ്. അബൗണ്ട് എന്ന വാക്ക്, ഫ്ലറിഷ്, സ്വെൽ, ടീം, പ്ലെന്റിഫുൾ. എന്താണ്? ധാരാളം ഉണ്ടാകുക എന്നാണ് അർത്ഥം. ആന്റോണിം എന്താണ്? ഡെഫിഷ്യന്റ്, ഡെസ്റ്റിറ്റ്യൂട്ട്. കണ്ട, ഡെസ്റ്റിറ്റ്യൂട്ട് അതായത് കുറച്ച് മാത്രം. വാണ്ട്, സ്കേഴ്സ്, ധാരാളത്തിൽ കുറവ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് അഡമന്റ് എന്ന വാക്ക്? അഡമന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്. അഡമന്റ്, ADAMANT. നിർബന്ധ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വഴങ്ങാത്ത എന്ന അർത്ഥത്തിലാണ് അഡമന്റ് ഉപയോഗിക്കുന്നത്. അഡമന്റ് വാക്കിന്റെ അർത്ഥം നിർബന്ധ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വഴങ്ങാത്ത. എന്താണ് അതിന്റെ സിനോണിം? സ്റ്റബ്ബോൺ. സ്റ്റബ്ബോൺ സ്ഥിരം ചോദ്യമാണ്. സ്റ്റബ്ബോൺ. STUBBORN. സ്റ്റബ്ബോൺ. എന്താണ്? നിർബന്ധ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വഴങ്ങാത്ത എന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് അഡമന്റ്, സ്റ്റബ്ബോൺ. പിന്നെ ഒരു വാക്ക് ഒബ്ഡ്യൂറേറ്റ്. ഒബ്ഡ്യൂറേറ്റ്. OBDURATE. ഒബ്ഡ്യൂറേറ്റ്. ഇൻഫ്ലെക്സിബിൾ, റിജിഡ്. ഓക്കെ, ആന്റോണിം എന്താണ്? ഫ്ലെക്സിബിൾ, സോഫ്റ്റ്, സപ്ലിനെസ്, ടെൻഡർ. പുതിയ വാക്ക് കിട്ടി. സപ്ലിനെസ്. SUPPLENS. അതായത് എളുപ്പം വഴങ്ങുന്ന അല്ലെങ്കിൽ എളുപ്പം നമുക്ക് സൗമ്യനായ ഒരു വ്യക്തി, എളുപ്പം വഴങ്ങുന്ന ഒരാളിനെ നമ്മൾ സപ്ലിനെസ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ. ഓക്കെ, സപ്ലിനെസ്, ഫ്ലെക്സിബിൾ. ഓക്കെ, അപ്പൊ അഡമന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിർബന്ധ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വഴങ്ങാത്ത. സിനോണിം എന്താണ്? സ്റ്റബ്ബോൺ, ഒബ്ഡ്യൂറേറ്റ്. സ്റ്റബ്ബോൺ, ഒബ്ഡ്യൂറേറ്റ്. ഓക്കെ, അടുത്തൊന്നാണ് അബാഷ്. അബാഷ്. ABASH. അബാഷ്. എന്താണ് അബാഷ് എന്ന വാക്കിന്റെ അർത്ഥം? വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക. വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക. വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് അബാഷ്. ഓക്കെ, ഡിസ്കറേജ്. ഡിസ്കറേജ് ചെയ്യുക. കൺഫൗണ്ട്. കൺഫൗണ്ട് എന്ന വാക്ക്. ഓക്കെ, എല്ലാം സെയിം മീനിങ് ആണ്. കൺഫൗണ്ട്. എംബരാസ്. എംബരാസ്. ഡിസ്കമ്പോസ്. ഡിസ്കമ്പോസ്. ഓക്കെ, ആന്റോണിം എന്താണ്? എൻകറേജ്, അപ്ഹോൾഡ്, എംബോൾഡൻ. പുതിയ വാക്ക് കിട്ടി. എംബോൾഡൻ. എംബോൾഡൻ. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന വാക്കാണ്. ഓക്കെ, അതായത് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് ആ ഒരു രീതി, എൻകറേജ് ചെയ്യുക എന്നൊക്കെ രീതിയിൽ ഉപയോഗിക്കാണ് എംബോൾഡൻ. EMBOLDEN. ഓക്കെ, ഹാർട്ടൺ. ഹാർട്ടൺ. പുതിയ വാക്കുകൾ കിട്ടി. ഓക്കെ, അപ്പൊ അബാഷ് എന്ന വാക്കിന്റെ അർത്ഥം വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക. വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക. അതിന്റെ സിനോണിമായിട്ട് പറയാവുന്നത് ഡിസ്കറേജ്. ഡിസ്കറേജ്, കൺഫൗണ്ട്, എംബരാസ്. എംബരാസ്.
ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഈ അർത്ഥം തന്നെ ഓർത്താൽ മതി. എല്ലാം ഏകദേശം സെയിം മീനിങ് ആണ്. അബാഷ്, ഡിസ്കറേജ്, കൺഫൗണ്ട്, എംബരാസ്. ഓക്കെ, ആന്റോണിമായിട്ട് പറയാവുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ട് പറയാവുന്നത് എൻകറേജ്, അപ്ഹോൾഡ്, എംബോൾഡൻ, ഹാർട്ടൺ. ഓക്കെ, ഇനി അടുത്തൊരു വാക്ക് അഡ്ജന്റ്. എന്താണ് അഡ്ജന്റ് എന്ന വാക്കിന്റെ അർത്ഥം? അനുബന്ധം, കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ സമ്പൂർണ്ണമാകാൻ വേണ്ട അംശം. ഓക്കെ, ഇത്തരം അർത്ഥങ്ങളാണ് അഡ്ജന്റ് എന്ന വാക്കിലുള്ളത്. അനുബന്ധം, അതായത് കൂടെ ഉള്ളത്. ഓക്കെ, കൂടെ എന്താണ് കൂടെ ഉള്ളത്? കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ സമ്പൂർണ്ണമാകാൻ വേണ്ട അംശം. ഓക്കെ, ഇതിന്റെ സിനോണിമായിട്ട് പറയാവുന്നത് അപ്പൻഡേജ്, അപ്പൻഡേജ്, കോംപ്ലിമെന്റ്. ഈ വാക്ക് ശ്രദ്ധിക്കണം. കോംപ്ലിമെന്റ്, കോംപ്ലമെന്റ് എന്ന് പഠിക്കും. കോംപ്ലമെന്റ്, കോംപ്ലമെന്റും കോംപ്ലിമെന്റും ഇതായിട്ട് ചോദിക്കും, കൺഫ്യൂഷൻ വേർഡ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. കോംപ്ലിമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം അനുബന്ധം എന്നാണ്, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തതെന്നാണ്. എന്നാൽ കോംപ്ലിമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രശംസ എന്നാണ്. പ്രശംസ. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. കോംപ്ലിമെന്റ്, 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 കോംപ്ലിമെന്റ് മാറിപ്പോകരുത്. ഇനി നമ്മളിവിടെ പഠിക്കണം കോംപ്ലിമെന്റ് എന്നാണ് കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ അനുബന്ധമായത് എന്നതാണ് കോംപ്ലിമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, കോംപ്ലിമെന്റും കോംപ്ലിമെന്റും മാറിപ്പോകരുത്. അപ്പൻഡേജ്, പുതിയ വാക്കാണ് ഇതൊക്കെ. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. അപ്പൻഡേജ്, അപ്പൻഡേജ് നാളെ പറഞ്ഞു തരണം എനിക്ക്, ചോദിക്കും. ഓക്കെ, അഡിഷൻ, ജോയിനിങ്. ഓക്കെ അല്ലേ? ആന്റോണിം എന്താണ്? ലെസണിങ്, സെപ്പറേഷൻ. എവിടെയും സെപ്പറേഷന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം. സെപ്പറേഷൻ, സബ്ട്രാക്ഷൻ, റിമൂവൽ എന്നൊക്കെ പറയാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആന്റോണിം. ആന്റോണിം. അപ്പൊ അഡ്ജന്റ് എന്ന വാക്കിന്റെ അർത്ഥം അനുബന്ധം അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ എന്താണ്? സമ്പൂർണ്ണമാകാൻ വേണ്ട അംശം. ഓക്കെ, അപ്പൻഡേജ്, കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ് അല്ല കോംപ്ലിമെന്റ്, അഡിഷൻ, ജോയിനിങ്. ആന്റോണിം എന്താണ്? ലെസണിങ്, സെപ്പറേഷൻ, സബ്ട്രാക്ഷൻ, റിമൂവൽ. ഓക്കെ, ഇനി എന്താണ് അഡ്രോയിറ്റ്? അഡ്രോയിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇമ്പോർട്ടന്റ് ആണ്. അഡ്രോയിറ്റ് എന്ന വാക്ക് സാമർഥ്യമുള്ള അല്ലെങ്കിൽ കൗശലമുള്ള, സാമർഥ്യമുള്ള അല്ലെങ്കിൽ കൗശലമുള്ള എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന അഡ്രോയിറ്റ്. ഓക്കെ, അഡ്രോയിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ വാക്കുകൾ. സിനോണിം പ്രൊഫിഷ്യന്റ്, PROFI, പ്രൊഫിഷ്യന്റ്, PROFICIENT. പിന്നെ എക്സ്പെർട്ട്, സ്കിൽഫുൾ, അഡപ്റ്റ്. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. അഡാപ്റ്റ് അല്ല അഡപ്റ്റ് ആണ്. അഡപ്റ്റ്, ADEPT. ഇത് സ്ഥിരം കൺഫ്യൂസിംഗ് വേർഡ്സ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അഡപ്റ്റും അഡാപ്റ്റും. അഡപ്റ്റ് കണ്ടല്ല, ADEPT. സാമർഥ്യമുള്ള അല്ലെങ്കിൽ കൗശലമുള്ള എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന അഡപ്റ്റ്. സ്കിൽഫുൾ, എക്സ്പെർട്ട്. ഈ വാക്ക് അഡ്രോയിറ്റ്, അഡ്രോയിറ്റ്. ഓക്കെ, ഇനി ആന്റോണിം എന്താണ്? ആന്റോണിം ഇന്നെപ്റ്റ്, ക്ലംസി. നമുക്കറിയാം. അൺസ്കിൽഡ് അല്ലെങ്കിൽ എന്താണ്? ഓക്വേർഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കാണ്. ഓക്വേർഡ്, ക്ലംസി, അൺസ്കിൽഡ്, ഇനപ്റ്റ്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഏകദേശം എ എന്ന വാക്ക് കംപ്ലീറ്റ് ഉണ്ട്. എ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 100ഓളം, ഏകദേശം 100-നടുപ്പിച്ച് സിനോണിംസും ആന്റോണിംസും പഠിച്ചിട്ടുണ്ട്. പക്ഷേ 30ഓളം വാക്കുകളാണ് പഠിച്ചത്. അതിനനുബന്ധമായിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ ഏകദേശം 100ഓളം, ഇപ്പൊ 4 ദിവസം കൊണ്ട് തന്നെ 100ഓളം സിനോണിംസും ആന്റോണിംസും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്കൊന്നും നഷ്ടപ്പെടില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്കിന്ന് ജെൻഡേഴ്സ് നോക്കാം. ജെൻഡേഴ്സ്. ഓക്കെ, പലതരം ജെൻഡേഴ്സ് ഉണ്ടല്ലോ, അത് പഠിക്കാം. ഓക്കെ, തന്നെ ആദ്യം ബക്ക്. ബക്ക്, ബക്ക് എന്ന വാക്കിന്റെ അർത്ഥം മാൻ എന്നാണ്. മാൻ. ഓക്കെ, ബക്കിന്റെ ഫീമെയിൽ എന്താണ്? ഡോ. ബക്ക്, ഡോ. ബക്ക്, ഡോ. ബക്ക്, ഡോ മാറിപ്പോയത്. ബുള്ളോക്ക് എന്ന വാക്കിന്റെ ഫീമെയിൽ എന്താണ്? ഹെയ്ഫർ. ബുള്ളോക്ക്, ഹെയ്ഫർ. ബുള്ളോക്ക്, ഹെയ്ഫർ. ഓക്കെ, കാള എന്ന രീതിയിലാണ് ബുള്ളോക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്രൈഡ് ഗ്രൂം. ബ്രൈഡ് ഗ്രൂം അറിയാലോ. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ് കല്യാണത്തിനാണ്. വരൻ, വധു, അങ്ങനെയാണ്. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്. ഓക്കെ, ബാച്ചിലർ, സ്പിൻസ്റ്റർ ഓർ മെയ്ഡ്. ബാച്ചിലർ, സ്പിൻസ്റ്റർ ഓർ മെയ്ഡ്. ബാച്ചിലർ, സ്പിൻസ്റ്റർ ഓർ മെയ്ഡ്. ബുൾ എന്താണ്? ഫീമെയിൽ. കൗ. ബുള്ളിന്റെ ഫീമെയിൽ കൗ. കോൾട്ട്. കോൾട്ട് എന്താണ്? കോൾട്ട് ആൺ കുതിരക്കുട്ടി. ആൺ കുതിരക്കുട്ടിയാണ് കുട്ടിക്കുതിര. ഓക്കെ, കുതിരക്കുട്ടിയാണ് കോൾട്ട് എന്ന് വിളിക്കുന്നത്. കോൾട്ടിന്റെ ഫീമെയിൽ എന്താണ്? ഫില്ലി. കോൾട്ട്, ഫില്ലി. ഇതൊക്കെ PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. കോൾട്ട്, ഫില്ലി. ഓക്കെ അല്ലേ? ഡ്രേക്ക്. ഡ്രേക്ക്, ഡക്ക്. ഡ്രേക്ക്, ഡക്ക്. ഡക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? താറാവ്. താറാവ് പെണ്ണാണ്. താറാവ് യഥാർത്ഥത്തിൽ ആൺ താറാവിനെ വിളിക്കുന്നത് ഡ്രേക്ക് എന്നാണ്. ഓക്കെ, ഡ്രോൺ. ഡ്രോൺ, ഡ്രോൺ, ബി. ബി എന്താണ്? തേനീച്ച. തേനീച്ച ആണാവുമ്പോൾ ഡ്രോണും, ബി പെണ്ണും. ഓക്കെ അല്ലേ? ഫോക്സ്, വിക്സൺ. ഫോക്സ്, വിക്സൺ നമുക്കറിയാം. കുറുക്കൻ. ഫോക്സ് ആൺകുറുക്കനും വിക്സൺ പെൺകുറുക്കനാണ്. ഓക്കെ അല്ലേ? എംബറർ. എംബറർ, എംബറർ, എംബറസ്. സ്പെല്ലിംഗ് നോക്കണം. എംബറർ, എംബറസ്. എംബറർ, എംബറസ്. ക്യൂൻ എന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, എംബറർ, എംബറസ്. ഏൾ, ഏൾ, ഏൾ. ഏൾ എന്താണ്? പ്രഭു. ഏൾ പ്രഭു ആണ്. പ്രഭു. ഏൾ കൗണ്ടസ്. ഏൾ കൗണ്ടസ്. ഇതൊക്കെ വെറൈറ്റി ആണ്. ഏൾ കൗണ്ടസ്, ഏൾ കൗണ്ടസ്. ഓക്കെ, എലിഫന്റ്. എലിഫന്റ് ആണിനെയാണ് എലിഫന്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ പെൺ എലിഫന്റിനെ വിളിക്കുന്നത് കൗ എന്നാണ്. കൗ, കൗ, കൗ. അതും ഓർത്തോണം. ഗാൻഡർ, 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 ഗൂസ്. ഗാൻഡർ, ഗൂസ്. അരേന. ഓക്കെ, ജെന്റിൽമാൻ, ലേഡി. ജെന്റിൽമാൻ, ജെന്റിൽ ലേഡി. തെറ്റ്. ജെന്റിൽമാൻ, ലേഡി. ജെന്റിൽമാൻ, ലേഡി. ഹെയർ,
ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യം എന്നുള്ള രീതിയിൽ, അതായത് എന്താണ്, പിൻഗാമി എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഹെയർ. ഹെയർ എന്താണ്? ഹെയറസ്, ഹെയർ, ഹെയറസ്, ഹെയർ, ഹെയറസ്. ഹോസ്റ്റ്, 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 ഹോസ്റ്റസ്, ഹോസ്റ്റ്, ഹോസ്റ്റസ്, ഹെയർ, ഹെയറസ്. നമ്മൾ നേരത്തെ പഠിച്ചു എംപറർ, എംപറസ്, എംപറർ, എംപറസ്. അതുപോലെ ഏൾ, കൗണ്ടസ്, ഏൾ, കൗണ്ടസ്. ഓക്കെ. ഇനി ഹാർട്ട്, ഹാർട്ട്, HART. ഹാർട്ടും മാന് തന്നെയാണ്. മാനിന് പറയുന്ന മറ്റൊരു പേരാണ് ഹാർട്ട്, HART. ROE, റോ, റോ, ഹാർട്ട്, റോ. ഓക്കെ അല്ലേ? ജാക്ക് ആസ്, ജെന്നി ആസ്, ജാക്ക് ആസ്, ജെന്നി ആസ്. ഓക്കെ, ജാക്ക് ആസ്, ജെന്നി ആസ്. ലാഡ്, ലാസ്, ലാഡ്, ലാസ്. ഓക്കെ, ലാഡ്, ലാസ്. ജാക്ക് ആസ്, ജെന്നി ആസ്. ലാഡ്, ലാസ്. ആൺകുട്ടി എന്ന രീതിയിലാണ് ലാഡ് ഉപയോഗിക്കുന്നത്. ലാഡ്, ലാസ്. ഓക്കെ. ഇനി ലാൻഡ് ലോഡ്, ലാൻഡ് ലേഡി, ലാൻഡ് ലോഡ്, ലാൻഡ് ലേഡി, ലാൻഡ് ലോഡ്, ലാൻഡ് ലേഡി. ലയൺ, ലയണസ്. എംപറർ, എംപറസ്. ഏൾ, കൗണ്ടസ്. ഓക്കെ. മോങ്ക്, 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 നൺ. മാൻ സെർവന്റ്, മെയ്ഡ് സെർവന്റ്, മാൻ സെർവന്റ്, മെയ്ഡ് സെർവന്റ്. മാസ്റ്റർ, മാസ്റ്റർ. മിസ്ട്രസ്, മാസ്റ്റർ, മിസ്ട്രസ്, മാസ്റ്റർ, മിസ്ട്രസ്. ഓക്കെ. നെഫ്യൂ, നീസ്, നെഫ്യൂ, നീസ്. നമുക്കറിയാം റാം എന്ന വാക്ക്, റാമും ഈ മാനിനെ പറയുന്നതന്നെയാണ്, മാന് ആയിട്ട് പറയുന്നതാണ് റാം. റാം എന്താണ്? സോറി, മാനല്ല, ആട്. റാം, ഈവ്, റാം, ഈവ്. ഷീപ്പ് എന്താണ്? ഷീപ്പ്, ഷീപ്പിന്റെ സ്ത്രീലിംഗം എന്താണ്? യു. അതുപോലെ റാമിന്റെ സ്ത്രീലിംഗവും യു ആണ്, യു. ഓക്കെ. സ്റ്റാലിയൻ, സ്റ്റാലിയൻ, കുതിര, കുതിര. സ്റ്റാലിയൻ. മേർ, മേർ, സ്റ്റാലിയൻ, മേർ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സ്റ്റാഗ്, സ്റ്റാഗ്, ഹിൻഡ്, സ്റ്റാഗ്, ഹിൻഡ്, സ്റ്റാഗ്, ഹിൻഡ്. ഓക്കെ. മാന് തന്നെയാണ് ഇവിടെ സ്റ്റാഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാഗ്, ഹിൻഡ്. ഓക്കെ. വിസാഡ്, 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 വിച്ച്, വിസാഡ്, വിച്ച്. ഓക്കെ അല്ലേ? പോയിറ്റ് എന്താണ്? പോയിറ്റ്, പോയിറ്റസ്, പോയിറ്റ്, പോയിറ്റസ്. ഓക്കെ. പ്രീസ്റ്റ്, പ്രീസ്റ്റസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന എന്താണ് സ്ത്രീലിംഗവും പുല്ലിംഗവും, അല്ലെങ്കിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും എന്താണ് നമുക്ക് ഓട്ടിച്ചൊന്നുകൂടെ നോക്കാം. ഓക്കെ, ഇതിന്റെ കൂടെ പറയണേ, മനസ്സിൽ പറഞ്ഞാൽ മതി. ബക്ക് ഡോ, ബക്ക് ഡോ. ബുള്ളോക്ക്, ഹെയ്ഫർ, ബുള്ളോക്ക്, ഹെയ്ഫർ. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്, ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്. ബാച്ചിലർ, സ്പിൻസ്റ്റർ അല്ലെങ്കിൽ മെയ്ഡ്. ബുൾ, കൗ, ബുൾ, കൗ. ഓക്കെ. ഇനി കോൾട്ട്, ഫില്ലി, കോൾട്ട്, ഫില്ലി. ഡ്രേക്ക്, ഡക്ക്, ഡ്രേക്ക്, ഡക്ക്. ഡ്രോൺ, ബി, ഡ്രോൺ, ബി. ഫോക്സ്, വിക്സൺ. എംപറർ, എംപറസ്. ഏൾ, കൗണ്ടസ്. എംപറർ, എംപറസ്, ഏൾ, കൗണ്ടസ്. എലിഫന്റ്, കൗ. ഗാൻഡർ, ഗൂസ്. ജെന്റിൽമാൻ, ലേഡി. ഹെയർ, ഹെയറസ്. ഹോസ്റ്റ്, ഹോസ്റ്റസ്. ഹാർട്ട്, റോ. ഓക്കെ. ജാക്കാസ്, ജെന്നിയാസ്. ലാഡ്, ലാസ്. ലാൻഡ് ലോഡ്, ലാൻഡ് ലേഡി. ലയൺ, ലയണസ്. മോങ്ക്, നൺ. മാൻ സെർവന്റ്, മെയ്ഡ് സെർവന്റ്. മാസ്റ്റർ, മിസ്ട്രസ്. നെഫ്യൂ, നീസ്. റാം, യു. ഷീപ്പ്, യു. സ്റ്റാലിയൻ, മേയർ. സ്റ്റാഗ്, ഹിൻഡ്. വിസാഡ്, വിച്ച്. പോയിറ്റ്, പോയിറ്റസ്. പ്രീസ്റ്റ്, പ്രീസ്റ്റസ്. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് മുൻപേട് നോക്കാം. അബാറ്റയർ, അബാറ്റയർ. എന്താണ് അബാറ്റയർ? എ പ്ലേസ് വെയർ അനിമൽസ് ആർ സ്ലോട്ടേഡ് ഫോർ ദ മാർക്കറ്റ്. എന്താണ്? അറവുശാല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അറവുശാല, അതാണ്. എ പ്ലേസ് വെയർ അനിമൽസ് ആർ സ്ലോട്ടേഡ് ഫോർ ദ മാർക്കറ്റ്, അതാണ് എന്ത് പറയുന്നത്? അബാറ്റയർ, അബാറ്റയർ. എന്താണ് അപ്പിയറി? എ പ്ലേസ് വെയർ ബീസ് ആർ കെപ്റ്റ്. സോറി, ഇതിലുള്ളതല്ല കേട്ടോ. അപ്പിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലേസ് വെയർ ബീസ് ആർ കെപ്റ്റ്. ഓക്കെ. ഇനി അർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർക്കൈവ്സ് എ പ്ലേസ് വെയർ ഗവൺമെന്റ് റെക്കോർഡ്സ് ആർ കെപ്റ്റ്. ഗവൺമെന്റ് റെക്കോർഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? അർക്കൈവ്സ്, അർക്കൈവ്സ്. അബാറ്റയർ എന്താണ്? എ പ്ലേസ് വെയർ അനിമൽസ് ആർ സ്ലോട്ടേഡ് ഫോർ ദ മാർക്കറ്റ്. എപ്പിയറി എന്താണ്? എ പ്ലേസ് വെയർ ബീസ് ആർ കെപ്റ്റ്. അർക്കൈവ്സ് എന്താണ്? എ പ്ലേസ് വെയർ ഗവൺമെന്റ് റെക്കോർഡ്സ് ആർ കെപ്റ്റ്. ഓക്കെ. എന്താണ് അസൈലം? ASYLUM, a place for lunatics and political refugees. A place for lunatics and political refugees. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റെഫ്യൂജീസ് ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ കുറച്ച് ഭ്രാന്തൊക്കെയുള്ള ആൾക്കാരെയൊക്കെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? അസൈലം എന്ന വാക്ക്, അസൈലം. ഓക്കെ. ഇനി അവേറി. എന്താണ് അവേറി? എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ്. എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ്. ഓക്കെ. ബേർഡ്സ് ആർ കെപ്റ്റ്. എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ്.
എന്താണ് എംപതി ഓക്കെ അല്ലേ? ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ്സ് ഓഫ് അനദർ. നല്ലൊരു വാക്കാണ് എംപതി. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ്സ് ഓഫ് അനദർ ഓക്കെ അല്ലേ? മറ്റുള്ളവരുടെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വിഷമം ഉണ്ടായി, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊരു എംപതി ഉണ്ട്. അല്ലെങ്കിൽ അവന്റെ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം അതിനെ എംപതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ്സ് ഓഫ് അനദർ, അതിനാണ് എന്തെന്ന് പറയുന്നത് എംപതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എവിയറി എന്താണ്? എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ്. ഓക്കെ, ഇനി എന്താണ് പെർക്വിസ്റ്റി? എ ബെനിഫിറ്റ് വിച്ച് ഓൺ എൻജോയ്സ് ഓർ ഈസ് എൻടൈറ്റിൽഡ് ടു ഓൺ അക്കൗണ്ട് ഓഫ് ഓൺസ് ജോബ് ഓർ പൊസിഷൻ. ഓക്കെ അല്ലേ? ഒരു പ്രത്യേക അവകാശം, അതായത് അദ്ദേഹത്തിന്റെ തൊഴിൽ കൊണ്ടോ അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ടോ അദ്ദേഹം നേടുന്ന ഒരു പ്രത്യേക ബെനിഫിറ്റ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർക്വിസ്റ്റി. സ്പെല്ലിംഗ് നോക്കണം, PERQUISITE, പെർക്വിസ്റ്റി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഇൻകൊറിഗിബിൾ ഓക്കെ അല്ലേ? ദാറ്റ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ്. ഇത്തരം വാക്കുകളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇന്ന് വെച്ചിട്ടുള്ള, തുടക്കത്തിൽ ഇന്ന് വെച്ചിട്ടുള്ള, ഇന്നെവിറ്റബിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇൻവിൻസിബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകൊറിഗിബിൾ എന്ന വാക്കിന്റെ അർത്ഥം ദാറ്റ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ്, കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇൻകൊറിഗിബിൾ. ഓക്കെ, എന്താണ് സ്കേപ്പ് ഗോട്ട്? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് സ്കേപ്പ് ഗോട്ട്. എ പേഴ്സൺ ഹു ഈസ് ബ്ലെയിംഡ് ഫോർ ദ റോങ് ഡൂയിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ തെറ്റിനെ കുറ്റം പറയും, അതായത് മറ്റുള്ളവരുടെ തെറ്റിന് കുറ്റം പറയും. അതായത് എന്താ? പേഴ്സൺ ഹു ഈസ് ബ്ലെയിംഡ് ഫോർ റോങ് ഡൂയിങ്സ് ഓഫ് അതേഴ്സ്. ഓക്കെ അല്ലേ? മറ്റുള്ളവരുടെ തെറ്റ് എന്ത് ചെയ്യുക? കുറ്റം പറയുക എന്നുള്ള രീതിയിലാണ് സ്കേപ്പ് ഗോട്ട് എന്ന വാക്കിന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? എ പേഴ്സൺ ഹു ഈസ് ബ്ലെയിംഡ്, മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ കുറ്റം ആരാണ് അനുഭവിക്കേണ്ടത്? ആ പേഴ്സൺ. ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സ്കേപ്പ് ഗോട്ട്. അന്യന്റെ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരു ആളിനെയാണ് നമ്മൾ സ്കേപ്പ് ഗോട്ട്. മറ്റൊരായിരിക്കും കുറ്റം ചെയ്തത്, പക്ഷെ ശിക്ഷ അനുഭവിക്കുന്നത് ഈ വ്യക്തിയായിരിക്കും. ഓക്കെ അല്ലേ? അതിനെയാണ് നമ്മൾ സ്കേപ്പ് ഗോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്താണ് അർസോൺ ഫോബിയ? ARSON ഫോബിയ. അർസോൺ ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫയർ, തീയെ പറ്റിയുള്ള പേടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർസോൺ ഫോബിയ. ARSON ഫോബിയ, അർസോൺ ഫോബിയ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രപ്പോസിഷൻ പഠിക്കാം. ഗ്രാമറിൽ വരുന്നതാണ് പ്രപ്പോസിഷൻ, നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ അല്ലേ? ഫോണ്ട് എന്ന വാക്കിന് ശേഷം ഓഫ് എന്ന സ്ഥിരമായിട്ട് പ്രപ്പോസിഷൻ പരീക്ഷ ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒന്നുകിൽ എഴുതായിരിക്കും അല്ലെങ്കിൽ തെറ്റ് വരുത്താറുണ്ട് പലപ്പോഴും. ഓക്കെ, നമുക്ക് തെറ്റ് വരാത്ത രീതിയിൽ പഠിക്കാം. ഫോണ്ട് എന്ന വാക്കിന് ശേഷം ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ഓഫ് ആണ്. ഫോണ്ട് ഓഫ്. എന്നാൽ ഫോണ്ടിനെസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫോർ ഉപയോഗിക്കണം. ഫോണ്ടിനെസ് ഫോർ. നോക്കാം. ഹി വാസ് എ സ്പെഷ്യൽ ഫോണ്ട്നെസ് ഫോർ മ്യൂസിക്. ഓക്കെ അല്ലേ? ഫോണ്ട്നെസ് ഫോർ, ഫോണ്ട് ഓഫ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. അറ്റ് ക്രിസ്മസ് ഓൺ ക്രിസ്മസ് ഡേ വി ഹാവ് എ ഹോളിഡേ അറ്റ് ക്രിസ്മസ്. ക്രിസ്മസ് ഡേയിലാണെങ്കിൽ ഓൺ ഉപയോഗിക്കണം, ക്രിസ്മസ് എന്ന് മാത്രമാണെങ്കിൽ അറ്റ് ഉപയോഗിക്കണം. അറ്റ് ക്രിസ്മസും ഓൺ ക്രിസ്മസ് ഡേ. ഓക്കെ അല്ലേ? ഫോണ്ട് ഓഫ്, ഫോണ്ട്നെസ് ഫോർ. അറ്റ് ക്രിസ്മസ് ഓൺ ക്രിസ്മസ് ഡേ. ഓക്കെ, ഇനി മറ്റൊരു വാക്ക് പ്രൈഡ് ഇൻ. പ്രൈഡ് ആണെങ്കിൽ ഇൻ ഉപയോഗിക്കണം, എന്നാൽ പ്രൗഡ് ആണെങ്കിൽ ഓഫ് ഉപയോഗിക്കണം. പ്രൈഡ് ഇൻ, പ്രൗഡ് ഓഫ്. ഹി ടേക്സ് പ്രൈഡ് ഇൻ ഹിസ് സൺ. ഓക്കെ അല്ലേ? പ്രൈഡിന് ശേഷം ഇൻ ഉപയോഗിക്കണം, പ്രൗഡിന് ശേഷമാണെങ്കിൽ ഓഫ് ഉപയോഗിക്കണം, ഓഫ്. ഓക്കെ, ഇനി ഇൻ ക്യാഷ് ബൈ ചെക്ക്. ക്യാഷ് ആണെങ്കിൽ ഇൻ ഉപയോഗിക്കണം, ചെക്ക് ആണെങ്കിൽ ബൈ ഉപയോഗിക്കണം. കൃത്യമായിട്ട് പഠിക്കണം, തെറ്റാൻ സാധ്യത ഉള്ളതാണ്. ഇൻ ക്യാഷ് ബൈ ചെക്ക്. വി ഗീവ് ദം സാലറി ഇൻ ക്യാഷ് നോട്ട് ബൈ ക്യാഷ്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ബൈ സംശയം തോന്നാം. വി ഗേവ് ദം സാലറി ഇൻ ക്യാഷ് ആണ്, ബൈ ക്യാഷ് അല്ല. ബൈ എന്ന് ഉപയോഗിക്കണമെങ്കിൽ ചെക്ക് ആയിരിക്കണം, ചെക്ക്. ബൈ ചെക്കും ഇൻ ക്യാഷും. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് വാക്ക് ടു ചേർന്ന് വരുന്ന കുറച്ച് വാക്ക്. അക്കസ്റ്റംബ്ഡ് ടു, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ് അക്കസ്റ്റംബ്ഡിന് ശേഷമുള്ള പ്രപ്പോസിഷൻ. ഓക്കെ അല്ലേ? അക്കസ്റ്റംബ്ഡ് ടു, അറ്റൻഷൻ ടു, അറ്റാച്ച്മെന്റ് ടു, കൺസെന്റ് ടു, കൺഫേം ടു. ഓക്കെ, ഇത്ര നമുക്ക് പഠിക്കാം. അക്കസ്റ്റംബ്ഡ് ടു, അറ്റൻഷൻ ടു, അറ്റാച്ച്മെന്റ് ടു, കൺസെന്റ് ടു, കൺഫേം ടു. ഇനി എക്സെപ്ഷൻ ടു, ടെംപ്ടേഷൻ ടു, ഇൻവിറ്റേഷൻ ടു, ആപ്ലിക്കബിൾ ടു. എക്സെപ്ഷൻ ടു, ടെംപ്ടേഷൻ ടു, ഇൻവിറ്റേഷൻ ടു, ആപ്ലിക്കബിൾ ടു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. അക്കസ്റ്റംബ്ഡ് ടു അറിയാലോ, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചാൽ അക്കസ്റ്റംബ്ഡ് ടു. കൃത്യമായിട്ട് നോക്കണം, ഇനി തെറ്റരുത്. ആർക്കെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ ഇനി തെറ്റരുത്. അക്കസ്റ്റംബ്ഡ് ടു, അറ്റൻഷൻ ടു, അറ്റാച്ച്മെന്റ് ടു, കൺസെന്റ് ടു, കൺഫേം ടു, എക്സെപ്ഷൻ ടു, ടെംപ്ടേഷൻ ടു, ഇൻവിറ്റേഷൻ ടു, ആപ്ലിക്കബിൾ ടു. ഓക്കെ, ഇത്തരം വാക്കൊന്നുകൂടെ നോക്കാം. അക്കസ്റ്റംബ്ഡ് ടു, അറ്റൻഷൻ ടു, അറ്റാച്ച്മെന്റ് ടു. ഓക്കെ, ഇനി കൺസെന്റ് ടു, കൺഫേം ടു, എക്സെപ്ഷൻ ടു, ടെംപ്ടേഷൻ ടു, ഇൻവിറ്റേഷൻ ടു, ആപ്ലിക്കബിൾ ടു. ഓക്കെ, നോക്കാം.
there is an exception to every rule അല്ലെ, there is an exception to every rule. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. I am accustomed to hard work. I am accustomed to hard work. Okay. There is an exemption to every rule. Okay. ഇതാണ് to ചേർത്ത് വരുന്ന പ്രപ്പോസിഷൻ. ഇനി ഞാൻ മുകളിലത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഫോണ്ട് ഓഫ്, ഫോണ്ടിന് ശേഷം ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. ഫോണ്ടിനെസിന് ശേഷം ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. ഹി വാസ് എ സ്പെഷ്യൽ ഫോണ്ടിനെസ് ഫോർ മ്യൂസിക്. ഓക്കെ. അറ്റ് ക്രിസ്മസ്, ഓൺ ക്രിസ്മസ് ഡേ. വി ഹാവ് എ ഹോളിഡേ അറ്റ് ക്രിസ്മസ്, ഓൺ ക്രിസ്മസ് ഡേ. ഓക്കെ. ഇനി പ്രൈഡ് ഇൻ, പ്രൗഡ് ഓഫ്. വി ടേക്സ് പ്രൈഡ് ഇൻ ഹിസ് സൺ. പ്രൗഡിനാണെങ്കിൽ ശേഷം എന്ത് ഉപയോഗിക്കണം? ഓഫ് ഉപയോഗിക്കണം. പ്രൈഡിന് ശേഷം ഇന്നും, പ്രൗഡിന് ശേഷം ഓഫ് ഉപയോഗിക്കണം. ഇനി ഇൻ ക്യാഷ്, ബൈ ചെക്ക്. ഇൻ ക്യാഷ്, ബൈ ചെക്ക്. വി ഗീവ് ദം സാലറി ഇൻ ക്യാഷും ചെക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബൈ ചെക്ക് എന്ന് ഉപയോഗിക്കണം. ചെക്ക് ആണെങ്കിൽ ബൈ എന്നും ക്യാഷ് ആണെങ്കിൽ ഇൻ എന്നും പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ബാക്കി ക്ലാസ് രാത്രി എല്ലാവരും പറഞ്ഞു. അപ്പൊ ശരി, നിർത്താം. രാത്രി കാണാം. Okay.